ഹലോ ഗായ്സ്, എൻ്റെ പഞ്ചാര മുഞ്ചാരകളെ, എൻ്റെ മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ, ഞാൻ ഇന്ന് വന്നിരിക്കുക എന്താ അറിയാമോടാ? ഓണം എക്സാമിൻ്റെ ബോട്ടണി നിങ്ങൾക്ക് കുറച്ച് ഇടങ്ങേറാന്ന് ഞാൻ കേട്ടു. അതിന് എന്തൊക്കെ പഠിക്കണമെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് കുറച്ച് ടോപ്പിക്ക് പറഞ്ഞു തരാനാ ഞാൻ വന്നേക്കണേ. ഏതൊക്കെയാ സാറേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്? +1 ബോട്ടണിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാടാ? നിങ്ങളിപ്പം വിചാരിക്കും, സാർ ബോട്ടണീനെ സുവോളജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടുതൽ പഠിച്ചിരിക്കുന്നത് ബോട്ടണിയാ സാറേ, സുവോളജിയാ സാറേ, ബോട്ടണി അത്ര പഠിച്ചിട്ടില്ല സാറിനൊക്കെ കരുതും. നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഏതാ, സുവോളജിയാ സാറേ ഒന്നുകൂടെ എളുപ്പം, ബോട്ടണി കുറച്ച് ടഫാണ് സാറേ എന്ന് വിചാരിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെടാ, മെയിൻ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെ നിന്നാണ് കിട്ടണമെന്ന് അറിയാമോ? ബോട്ടണിയിൽ നിന്നാ. നിങ്ങൾ എഴുതി വെച്ചോ എൻ്റെ വാക്ക്, മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് എവിടെ നിന്നാടാ? ബോട്ടണിയിൽ നിന്നായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നിങ്ങളുടെ ഇപ്പം സാറേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നിങ്ങൾ വേഗം ഒന്ന് ഈ വീഡിയോ കാണുന്നവരെന്ന് കമന്റ് ചെയ്യണം. സാർ നല്ലപോലെ ബോട്ടണി അറിയാം, കുറച്ച് അറിയുള്ളൂ സാർ ബോട്ടണി, എവിടെയൊക്കെ എന്തൊക്കെയോ അറിയാം സാർ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേടാ. ഈ വീഡിയോ ഉപകാരപ്പെട്ടു നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. സാർ ഞങ്ങൾക്ക് ടോപ്പിക്കൊക്കെ മനസ്സിലായി സാർ, ഞങ്ങൾ കവർ ചെയ്യാത്ത ഇനിയും ടോപ്പിക്കുകൾ ഉണ്ടെന്ന് മനസ്സിലായി സാർ, ഇമ്പോർട്ടൻ്റ് ഒക്കെ ഞങ്ങൾ കവർ ചെയ്തു സാർ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വേഗം കമന്റ് ചെയ്യണം. ഓക്കേടാ, വേഗം വാ. ഓണം എക്സാമിന്റെ ബോട്ടണി +1 ബോട്ടണിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ എന്തൊക്കെ നമുക്ക് പഠിക്കാമടാ. എടാ, പലവരും 3 ചാപ്റ്റർ ഉണ്ടെന്ന് പറയാറുണ്ട്, ചിലർ 2 ചാപ്റ്റർ മാത്രമുള്ളതെന്ന് പറയാറുണ്ട്. ഞാൻ പഠിപ്പിക്കാൻ പോയിടത്ത് എല്ലായിടത്തെ കുട്ടികളിലും എല്ലാ സ്കൂളുകളിലും മോർഫോളജി ഓഫ് പ്ലാന്റ്സ്, അതിൽ നിന്നാണ് ടീച്ചേഴ്സ് തുടങ്ങിയേക്കണ ചാപ്റ്ററുകൾ. സാധാരണ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പിന്നെ പ്ലാന്റ് കിങ്ഡം, പിന്നെ മോർഫോളജി എടുക്കല്. ചില സ്കൂളുകളിലൊക്കെ എന്തെടുത്തേക്കണ അറിയാമോ? നേരെ റിവേഴ്സാ, മോർഫോളജി, പ്ലാന്റ് കിങ്ഡം, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ എടുത്തവരുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർ ഏതാണോ ആദ്യം പഠിപ്പിച്ചത് ആ ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിച്ചേക്കണം. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർ ആദ്യം ഏതാണോ പഠിപ്പിച്ചേ ആ ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിച്ചേക്കണേടാ. അതിൽ നിന്നായിരിക്കും ടീച്ചേഴ്സിന് കൂടുതൽ ക്വസ്റ്റ്യൻ ഇടാൻ ആഗ്രഹം കാണുക. നിങ്ങളുടെ സ്കൂളിൽ മോർഫോളജി ആദ്യം എടുത്തത് അത് നല്ലപോലെ പഠിച്ചേക്കണം. പ്ലാന്റ് കിങ്ഡം ആദ്യം എടുത്തത് അതെങ്കിൽ അത് നല്ലപോലെ പഠിച്ചേക്കണം. ബയോളജി ക്ലാസിഫിക്കേഷൻ അത് എന്ത് വന്നാലും നല്ലപോലെ പഠിക്കേണ്ട ചാപ്റ്ററാ. ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും എപ്പോൾ എടുത്താലും നല്ലപോലെ അറിയേണ്ട ബേസ് ഉണ്ടാക്കി തരുന്ന ചാപ്റ്ററാ ബയോളജി ക്ലാസിഫിക്കേഷൻ. ബയോളജി ക്ലാസിഫിക്കേഷൻ അറിയാത്തവന് +1 +2 ബോട്ടണി അറിയാനേ പോകുന്നില്ല. ബേസ് ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഏതാണോ ആദ്യം എടുത്തത് അത് വേണം ആദ്യം നല്ല വൃത്തിക്ക് പഠിക്കാൻ. ഓക്കെ, എന്നിട്ട് ബാക്കി ചാപ്റ്റർ പഠിച്ചാൽ മതി. ബാക്കി ചാപ്റ്റർ ചിലപ്പോൾ നമ്മൾ ആദ്യം എടുത്തതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകളായിരിക്കും. അത് നിങ്ങൾ നോക്കണ്ട. ആദ്യം പഠിപ്പിച്ച ഏതാണോ അത് നല്ല പോലെ അങ്ങ് പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ സ്കൂളിൽ ഏതാണ് സാറേ ആദ്യം പഠിപ്പിച്ചത്? ഇതാണ് സാർ ആദ്യം പഠിപ്പിച്ചത്. ഇതിൽ ഏതാണ് ആദ്യം പഠിപ്പിച്ചതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേടാ, ഒന്ന് അറിയാൻ വേണ്ടിയാ. എല്ലാ സ്കൂളും മോർഫോളജി എന്നാണോ തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടിയാ. എടാ, എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ എക്സാമിൻ്റെ ഒക്കെ ബേസിൽ ബയോളജി ക്ലാസിഫിക്കേഷൻ നിന്ന് 13 മാർക്കിന് ചോദിക്കാം ഓണം എക്സാമിന്. അതേസമയം പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് 15 മാർക്കിന് ചോദിക്കാം. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് 12 മാർക്കിന് ചോദിക്കാം. ഈ 3 എണ്ണത്തിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാ? പ്ലാന്റ് കിങ്ഡമാ. പ്ലാന്റ് കിങ്ഡം എന്തായാലും പഠിക്കണം. ബയോളജി ക്ലാസിഫിക്കേഷനും എന്തായാലും പഠിക്കണം. മോർഫോളജിയും എന്തായാലും പഠിക്കണം. എല്ലാം എന്തായാലും പഠിക്കണം, അതുറപ്പാണ്. ഓക്കേടാ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് പ്ലാന്റ് കിങ്ഡമാ. ഓക്കെ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് പ്ലാന്റ് കിങ്ഡം. സാർ, എന്തൊക്കെയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് പറഞ്ഞതാ സാറേ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബേസ് ചാപ്റ്റർ മക്കളെ. അറിയാത്തവരൊക്കെ പോരെ, നമുക്ക് നമ്മുടെ ലൈവ് വരുന്നുണ്ട്, ആ ലൈവ് നമുക്ക് ഉഷാറാക്കാമടാ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതിൽ നിന്ന് എന്താ ആദ്യം വരികയെന്നറിയാമോ? 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് കാൾ ലിനേഴ്സ്, സയന്റിസ്റ്റിന്റെ പേര് ഓർക്കണം. കാൾ ലിനേഴ്സ് കൊണ്ടുവന്ന 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, RH വിറ്റാക്കർ കൊണ്ടുവന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ കാൾ വൂസ് കൊണ്ടുവന്നതാ. ഏതൊക്കെയാ 3 ഡൊമൈൻ കേട്ടിട്ടുണ്ടോ? ഏതൊക്കെ? ഡൊമൈൻ RK, ഡൊമൈൻ യു ബാക്ടീരിയ, ഡൊമൈൻ RK ബാക്ടീരിയ, ഡൊമൈൻ യു ബാക്ടീരിയ, ഡൊമൈൻ യു കാരിയ. 3 ഡൊമൈനുകൾ ഉണ്ട്, അത് ഓർത്ത് വെക്കണം. 3 ഡൊമൈനുകൾ. പിന്നെന്താ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ മാനദണ്ഡങ്ങൾ ഓർക്കണം. മാനദണ്ഡങ്ങൾ ഏതൊക്കെയാ സാറേ? മാനദണ്ഡങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതിയടാ. ചിക്കൻ ബിരിയാണി CB, ചിക്കൻ ബിരിയാണിന്റെ പൈസ MRP. ഓക്കെ, ഇതെനിക്ക് വേറൊരു സാറ് പറഞ്ഞു തന്ന കോഡാടാ കേട്ടോ. CB MRP എന്താടാ? ചിക്കൻ ബിരിയാണിന്റെ വില.
സി എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിന്റെ സ്ട്രക്ചർ. ബി എന്താ? ബോഡി ഓർഗനൈസേഷൻ. എം എന്താ? മോഡ് ഓഫ് ന്യൂട്രീഷൻ. ആർ എന്താ? റീപ്രൊഡക്ഷൻ. പി എന്താടാ? ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, പരിണാമപരമായ ബന്ധം. ഒരേപോലെ പരിണാമം സംഭവിച്ചവർ ഒരു ഖണ്ഡത്തില്, വ്യത്യസ്ത രീതിയിൽ പരിണാമം സംഭവിച്ചവർ വ്യത്യസ്ത ഖണ്ഡത്തില്. ഇത് നമുക്ക് പഠിക്കണം. ഏതൊക്കെയാ സാറേ? 3 ഡൊമൈൻ പഠിക്കണം. പിന്നെന്താ? ക്രൈറ്റീരിയ എപ്പോഴും ചോദിക്കാറുള്ളതാ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ എന്താ? മാനദണ്ഡങ്ങൾ എന്താ? ഇനി പാടാണോ? അല്ല, ചിക്കൻ ബിരിയാണിന്റെ പൈസ, CBMRP. അടുത്ത മക്കളെ, ബാക്ടീരിയ. മൊണീറയിലുള്ള ജീവിയ ബാക്ടീരിയ. അതിനെ കുറിച്ച് എന്തൊക്കെയാ സാറേ പഠിക്കേണ്ടത്? ആർക്കെ ബാക്ടീരിയ ഉണ്ട്, യു ബാക്ടീരിയ ഉണ്ട്, അതിന്റെ ടൈപ്പ് പഠിക്കണം. പിന്നെന്താ? ബാക്ടീരിയന്റെ ഷേപ്പ് ഏതൊക്കെ? കോക്കസ്, ബേസിലസ്, വിബ്രിയോ, സ്പൈറലം. ഷേപ്പും പഠിക്കണം. ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ സാർ? അസുഖങ്ങൾ പറയട്ടെ. ടൈഫോയിഡ്, കോളറ, സിട്രസ് ടാങ്കർ, അതൊക്കെ പഠിച്ചു വെക്കണം. ബാക്ടീരിയന്റെ യൂസുകൾ: പാലിനെ തൈരാക്കും, ഡീകമ്പോസിഷനെ സഹായിക്കും, നൈട്രജനെ ഫിക്സ് ചെയ്യും, ആന്റിബയോട്ടിക് ഉണ്ടാക്കാൻ സഹായിക്കും. ഇതൊക്കെയാണ് യൂസുകൾ. ബാക്ടീരിയന്റെ റീപ്രൊഡക്ഷൻ പഠിക്കണം. ബൈനറി ഫിഷൻ, സ്പോർ ഫോർമേഷൻ, കോൺജുഗേഷൻ, ഇതൊക്കെയാണ് ബാക്ടീരിയന്റെ റീപ്രൊഡക്ഷൻ. ഇതെല്ലാം ഓർക്കണം. ബാക്ടീരിയയിൽ ഒന്നും വിടാൻ പാടില്ല മക്കൾ, അത്ര ഇമ്പോർട്ടന്റ് ആ ബാക്ടീരിയ. പിന്നെ ഏതാ? മൈക്കോപ്ലാസ്മ. മൊണീറയിൽ വരുന്ന അടുത്ത ജീവി മൈക്കോപ്ലാസ്മ. എന്താ പഠിക്കേണ്ട മൈക്കോപ്ലാസ്മയെ കുറിച്ച്? ലോകത്തിലെ ഏറ്റവും ചെറിയ സെൽ, ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം, അത് ആരാടാ? മൈക്കോപ്ലാസ്മയാ. മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ ഇല്ല, ഓക്സിജൻ ഇല്ലാതെ ജീവിക്കും. ഇങ്ങനെയാണ് ചോദിക്കുക പരീക്ഷയ്ക്ക്. സാറേ, സെൽ വോൾ ഇല്ലാത്ത, ഓക്സിജൻ ഇല്ലെങ്കിലും ജീവിക്കുന്ന ജീവി ആരാ? അത് മൈക്കോപ്ലാസ്മയാ. സെൽ വോളും ഇല്ലടാ, ഓക്സിജൻ ഇല്ലെങ്കിലും ജീവിക്കും. മക്കളെ ഓർത്ത് വെച്ചേക്കണേടാ, ഓർത്ത് വെച്ചേക്കണേ. മൈക്കോപ്ലാസ്മയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റാ. ഓക്കെ. അടുത്ത പ്രോട്ടിസ്റ്റുകളിൽ 5 ഗ്രൂപ്പ് ഏതൊക്കെ? ഡയനോഫ്ലജെല്ലേറ്റ്, ഗോണിയോലക്സ് വരുന്ന ഗ്രൂപ്പാ. യുഗ്ലിനോയിഡ്സ്, യുഗ്ലീന വരുന്ന ഗ്രൂപ്പാ. ഡയാറ്റംസും ഡെസ്മിറ്റ്സും ഒക്കെ വരുന്ന ഗ്രൂപ്പാ. ക്രൈസോഫൈസ്. ഡയാറ്റംസിന്റെ യൂസ് ചോദിക്കും. എന്തൊക്കെയാ? പോളിഷിങ്ങും ഫിൽട്രേഷൻ ഓഫ് ഓയിലും ചോദിക്കാറുണ്ട്. പ്രോട്ടോസോവന്റെ സബ് ടൈപ്പ് ഏതൊക്കെ? അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, സ്പോറോസോവൻ. ഇവരും ഇവരുടെ എക്സാമ്പിൾസും പഠിക്കണം. അമീബ, ട്രിപ്പനോസോമ, പാരമീസിയം, പ്ലാസ്മോഡിയം പഠിക്കണം. സ്ലൈം മൗൾഡ് അത്രയ്ക്ക് ചോദിക്കാത്തതാണ്. സ്ലൈം മൗൾഡ് ആനിമൽസിന്റെ റിലേറ്റീവ്സ് എന്നാ വിളിക്കുക. പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽ. ആനിമൽസിനും സെൽവോൾ ഇല്ല, സ്ലൈം മൗൾഡിനും സെൽവോൾ ഇല്ല. അതുകൊണ്ട് ഇവരെ ആനിമൽസിന്റെ ബന്ധുക്കാരെന്നാ വിളിക്കണേ. കാരണം രണ്ടുപേർക്കും സെൽവോളുകൾ ഇല്ലാത്ത കാരണം. അടുത്ത ഫംഗസ്. മക്കളെ ഏറ്റവും ടഫ് കിണ്ടം, മനസ്സിലാക്കാൻ ഏറ്റവും പാടുള്ള കിണ്ടം ഏതാ? ഫംഗസ്. ആദ്യം പഠിക്കേണ്ടത് ഫംഗസിന്റെ ടൈപ്പ് ഏതൊക്കെ? ഫൈക്കോമൈസസ്, അസ്കോമൈസസ്, ബെസിഡിയോമൈസസ്, ഡ്യൂറ്ററോമൈസസ്. അതിന് ഓരോന്നും ഇരട്ട പേരുകളും പഠിക്കണം. അത് ഓരോന്നിലും വരുന്ന ഫംഗസുകളുടെ എക്സാമ്പിളും പഠിക്കണം. ഫംഗസുകളുടെ സ്ട്രക്ചർ പഠിക്കണം. ഹൈഫ എന്താ? മൈസീലിയം എന്താ? ഹൈഫന്റെ ടൈപ്പ് എന്താ? സെപ്റ്റേ ടൈപ്പ്, അസെപ്റ്റേ ടൈപ്പ്, സീനോസൈറ്റിക് ഹൈഫ എന്താ? അതൊക്കെ പഠിച്ചു വെക്കണം. റീപ്രൊഡക്ഷൻ പഠിക്കണം. ഏതൊക്കെയാ? 3 റീപ്രൊഡക്ഷൻ ഫംഗസ് കാണിക്കുക. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കും, സെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കും, അസെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കണം. 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ പഠിക്കണം. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വെരി വെരി കിങ്ങിണി മക്കളെ. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഫംഗസ് ആൽഗയുമായി ചേർന്നിരുന്നാൽ ലൈക്കൻ എന്നാ വിളിക്കുക. ഇതൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാ. എന്താ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല്? മക്കള് പറ, എന്താ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 പേര് വേണം. 2 പേരെന്ന് പറയുമ്പോൾ എന്താ? 2 പേർക്കും ഉപകാരമാകണം. ഈ റിലേഷൻഷിപ്പിൽ 2 പേർക്കും ബെനിഫിറ്റ് ഉണ്ട്. 2 പേർക്കും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ പേരെന്താ? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നാ വിളിക്കുക. അടുത്ത എന്താടാ? ലൈക്കൻ ഉണ്ട്. ആ ഫംഗസ് ആൽഗയുമായി ചേർന്നിരുന്നാൽ ലൈക്കൻ എന്നാ വിളിക്കുക. ഫംഗസ് പ്ലാന്റ്സിന്റെ റൂട്ടുമായി ചേർന്നിരുന്നാൽ എന്താ വിളിക്കുക? ചേർന്നിരുന്നാൽ നമ്മൾ മൈക്കോ റൈസ എന്നാ വിളിക്കാം. ഇത്രയാണടാ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് പ്ലാന്റുകളാ. പ്ലാന്റ് ഖണ്ഡത്തിൽ എന്താ ഉള്ളത്? പ്ലാന്റുകളിൽ എല്ലാ പ്ലാന്റുകളും ഫോട്ടോസിന്തസിസ് നടത്തും. എല്ലാ പ്ലാന്റുകളും ഫോട്ടോസിന്തസിസ് നടത്തും. ചില പ്ലാന്റുകൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നതിന്റെ ഒപ്പം തന്നെ ഇൻസെക്റ്റിനെയും പിടിച്ചു തിന്നും. ചില പ്ലാന്റുകൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നതിന്റെ ഒപ്പം തന്നെ ഇൻസെക്റ്റിനെ പിടിച്ചു തിന്നും. അങ്ങനെ ഇൻസെക്റ്റിനെ തിന്നുന്ന പ്ലാന്റുകളുടെ പേരാ ഇൻസെക്ടിവോറസ് പ്ലാന്റ്. പറ സാറേ, എന്താണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്? ഇൻസെക്റ്റിനെ തിന്നുന്ന പ്ലാന്റുകൾ.
വീനസ് ഫ്ലൈട്രാപ്പ്, നെപ്പന്തസ്, അതൊക്കെയാണ് ആ പ്ലാന്റുകൾ. ആനിമൽസ് പഠിക്കേണ്ടത് ഏതാ? ഹോളോസോയിക് ന്യൂട്രീഷൻ. ഹോളോസോയിക് മെത്തേഡ് വഴി ഫുഡ് തിന്നുന്ന ജീവികൾ ആരാ? ആനിമലാ. ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളാ. ഫുഡിനെ വായിലേക്ക് എടുക്കുന്നു, ഉള്ളിൽ വെച്ച് ദഹിപ്പിക്കുന്നു. ഉള്ളിൽ വെച്ച് ദഹിപ്പിക്കുന്നതിനാണ് ഹോളോസോയിക് എന്ന് വിളിക്കുക. ഹോളോസോയിക് ന്യൂട്രീഷൻ കാണിക്കുന്ന ഒരേ ഒരു ജീവികൾ ആരാ? ആനിമൽസാ മക്കളെ. പിന്നെ ഏതാ സാറേ പഠിക്കേണ്ടത്? വൈറസ്, വൈറോയിഡ്, പ്രിയോണ്. ഈ 3 പേരുടെ പ്രത്യേകത എന്താ സാറേ? ഇവർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണേ. കാരണം എന്താണെന്നറിയാമോ? ഈ 3 പേർക്കും RH വിറ്റാക്കർ 5 കിണ്ഡം ഉണ്ടാക്കിയപ്പം ഒരു കിണ്ഡത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല. 5 കിണ്ഡം RH വിറ്റാക്കർ ഉണ്ടാക്കിയപ്പം ഒരു കിണ്ഡത്തിലും ഉൾപ്പെടുത്താത്തത് ആരൊക്കെ? വൈറസ്, വൈറോയിഡ്, പ്രിയോൺസ്. വൈറസിന്റെ സ്ട്രക്ചർ പഠിക്കണം. ക്യാപ്സിഡ്, ന്യൂക്ലിക് ആസിഡ്. ബാക്ടീരിയോഫേജ് എന്താ? ഏതൊക്കെ വൈറസ് ആണോ ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുക അവരാണ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകൾ അല്ല. ഏതൊക്കെ വൈറസ് ആണോ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുക അവരാണ് ബാക്ടീരിയോഫേജ്. സയന്റിസ്റ്റുകളുടെ പേര് പാസ്റ്റർ, ഇവനോസ്കി, ബീജർനക്ക്, സ്റ്റാൻലി. പഠിക്കണം. ഡിസീസുകൾ, വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ്, എയ്ഡ്സ്, സ്മാൾ പോക്സ്, മംസ്, അത് പഠിക്കണം. പിന്നെ എന്താടാ? പ്ലാന്റിൽ അഫക്ട് ചെയ്താൽ വൈറസ് എന്താ ഉണ്ടാക്കുക? ലീഫിനെ മഞ്ഞ കളറാക്കും, ലീഫ് ചുരുളും, പിന്നെ ഗ്രോത്ത് കുറയും. അതൊക്കെ ഓർത്ത് വെക്കണം. വൈറോയിഡ്, TO ഡൈനർ കണ്ടുപിടിച്ച ജീവിയ വൈറോയിഡ്. പ്രിയോണുകൾ, അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ, ഒരു വൃത്തികെട്ട രീതിയിൽ ചുരുട്ടിയ പ്രോട്ടീൻ, അതാണ് ആരെ? പ്രിയോണുകൾ. ഇതൊക്കെ നോക്കി വെച്ചേക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു മക്കളെ. 12 മാർക്ക് എഴുതി വെച്ചോ. ഞാൻ പറഞ്ഞ ഒരു ടോപ്പിക്ക് നല്ലാതെ ക്വസ്റ്റ്യൻ വരില്ല. ഞാൻ എല്ലാ ടോപ്പിക്കും പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലും വേണ്ട ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ കേൾക്കുന്ന ആൾക്ക് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാം. അത്ര ഉള്ളടാ. എങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോകാം. അടുത്ത ഏതാ? പ്ലാന്റ് കിണ്ഡത്തിന് എന്തൊക്കെയാ സാറേ പഠിക്കേണ്ടത്? പ്ലാന്റ് കിണ്ഡത്തിൽ ആദ്യം പഠിക്കേണ്ടത് ആൽഗേനെ കുറിച്ച്. എൻ്റെ പൊന്നു മക്കളെ, വെരി കിങ്ങനെ. ആൽഗേൻ എന്തായാലും തരും. ഒരു ചോദ്യമുണ്ട്, ഒരു കോളമുണ്ട്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ, 3 കോളം തന്നിട്ട് അവർ സ്റ്റോർ ചെയ്യുന്ന ഫുഡ്, ലാമിനാറി, മണ്ണിത്തോൾ, ഫ്ലോറിഡിൻ, സ്റ്റാർച്ച്, അതൊക്കെ എഴുതിയ ഒരു കോളമുണ്ട്. അവരുടെ പിഗ്മെന്റ് ക്ലോറോഫിൽ A and B, ക്ലോറോഫിൽ A and C, ക്ലോറോഫിൽ A and D. അങ്ങനെ അവരുടെ പിഗ്മെന്റും പഠിക്കണം, അവരുടെ കളറും പഠിക്കണം, അവർ സ്റ്റോർ ചെയ്യുന്ന ഫുഡിന്റെ ഫോമും പഠിക്കണം. ഇമ്പോർട്ടൻ്റാ. 3 ക്ലാസ്സുകൾ പഠിക്കണം, ആൽഗേന്റെ ക്ലാസ്സുകൾ. പിന്നെ ആൽഗേനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ, യൂസുകളും പഠിക്കണം. ഏതാ? കാർബൺ ഡൈ ഓക്സൈഡിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു ഭൂമിയിലേക്ക്. പിന്നെ ഹൈഡ്രോ കൊളോയിഡുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്, ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്, സ്പേസ് ട്രാവലേഴ്സ്, അതൊക്കെ പഠിക്കണം. ആൽഗേന്റെ യൂസുകൾ. പിന്നെ ബ്രയോഫൈറ്റ, വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രയോഫൈറ്റിൽ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? 2 ഗ്രൂപ്പ് ഉണ്ട്. ഏതൊക്കെ? ലിവർ വോട്ടും മോസസുകളും. ലിവർ വോട്ട്സിന് എന്താ പഠിക്കണ്ടേ? അവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷനിലെ ജെമ്മകളുണ്ട്, ജെമ്മ കപ്പുകൾ, അത് പഠിക്കണം. മോസസിന് എന്താ പഠിക്കണ്ടേ? അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പഠിക്കണ്ടേ. സ്പോറോഫൈറ്റും ഗെമറ്റോഫൈറ്റും ഫ്യൂനേറിയന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് നോക്കി വെക്കണം. പരീക്ഷയ്ക്ക് വരും കേട്ടോ. ഫ്യൂനേറിയ തന്നിട്ട് ഏതാണ് സ്പോറോഫൈറ്റ്, ഏതാണ് ഗെമറ്റോഫൈറ്റ് എന്ന് അടയാളപ്പെടുത്താൻ ചോദിക്കും. നോക്കി വെക്കണം കേട്ടോ മക്കളെ. ഞാൻ പറയുന്നതൊന്നും വിടാതെ നോക്കി വെച്ചോ. ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അടയാളപ്പെടുത്തുക, അങ്ങ് പഠിക്കുക, അത്ര ഉള്ളടാ. വേറെന്താടാ? ടെറിഡോഫൈറ്റ് പഠിക്കണം. എന്താ സാറേ ടെറിഡോഫൈറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്? ടെറിഡോഫൈറ്റ മക്കളെ ആദ്യമായിട്ട് സൈലവും ഫ്ലോയവും കണ്ട പ്ലാന്റുകൾ. ആദ്യമായിട്ട് ഏത് പ്ലാന്റിലാ സൈലവും ഫ്ലോയവും ഉണ്ടായത്? അത് ടെറിഡോഫൈറ്റാ. സൈലവും ഫ്ലോയത്തെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് വാസ്കുലാർ ടിഷ്യൂ. ആദ്യമായിട്ട് സൈലം ഫ്ലോയം വാസ്കുലാർ ടിഷ്യൂവിനെ കണ്ടത് ഏത് പ്ലാന്റിലാ? ടെറിഡോഫൈറ്റുകളിലാ. അത് മാത്രമല്ല, ടെറിഡോഫൈറ്റുകൾ 2 ടൈപ്പ് മുട്ടകൾ ഉണ്ടാക്കും, 2 ടൈപ്പ് സ്പോറുകൾ ഉണ്ടാക്കും, വ്യത്യസ്ത ടൈപ്പിലുള്ള സ്പോറുകൾ ഉണ്ടാക്കും. വ്യത്യസ്ത ടൈപ്പിലുള്ള സ്പോറുകൾ ഉണ്ടാക്കുന്നതിന് എന്താ വിളിക്കുക? ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ്, സ്പോറസ് എന്ന് പറഞ്ഞാൽ സ്പോർ. ഡിഫറൻറ്റ് സ്പോറുകൾ ഉണ്ടാക്കും, ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ. ഈ ഡിഫറൻറ്റ് സ്പോർ ഉണ്ടാക്കുന്നത് ഏതൊക്കെ ചെടികളാ? ഓർത്ത് വെക്കണം. സെലാജിനല്ല, പിന്നെ ഏതാടാ? സാൽവീനിയ. സെലാജിനല്ലയും സാൽവീനിയന്റെ പ്രത്യേകത എന്താ സാറേ? ഇവർ ഡിഫറെന്റ് സ്പോറുകളെ ഉണ്ടാക്കും. ചോദിക്കും ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ കാണിക്കുന്ന ചെടികൾ ഏതൊക്കെ? സെലാജിനല്ലയും സാൽവീനിയയും. പറ, ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ കാണിക്കുന്നത് ആരാ? സെലാജിനല്ലയും സാൽവീനിയയും.
പിന്നെ ജിംനോസ്പേമാടാ, കുറച്ചുകൂടെ വലിയ പ്ലാന്റുകളാ ജിംനോസ്പോം. ജിംനോസ്പോമിന്റെ ലീഫിന്റെ സ്ട്രക്ചർ പഠിക്കണം, റൂട്ടിന്റെ സ്ട്രക്ചറും പഠിക്കണം. റൂട്ടിലാണ് മൈക്കോറൈസ് ഇരിക്കണത്, ഫംഗസുകൾ ഇരിക്കണത്. ഇത് ഇത്രയും പഠിച്ചാൽ തീർന്നു മക്കളെ. ഓർത്ത് വെച്ചോ. ഹെറ്ററോസ്പോറസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഫിനേറിയന്റെ സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ജെമ്മെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആൽഗെ ബെഗുത്ത് ഇമ്പോർട്ടൻ്റ്. ഒന്നും കളയാനില്ല. ഓർത്ത് വെച്ചേക്കണം കേട്ടോടാ. ഇത്രയാണ് സാറേ പ്ലാൻ കിണ്ടത്തില്. ഇനി ഏതാ സാർ മോർഫോളജിന്ന് എന്തൊക്കെയാ വരിക? കുറെ പഠിക്കാനുണ്ട് മോർഫോളജി. മോർഫോളജിയിൽ ആദ്യം പഠിക്കേണ്ട റൂട്ടുകളാ ഏതൊക്കെയാ സാറേ? 3 റൂട്ട്: ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്, അഡ്വെന്റീഷ്യസ് റൂട്ട്. ഈ റൂട്ടുകളെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണം റൂട്ട് സിസ്റ്റത്തില്. അടുത്തെന്താ? റീജിയൻ ഓഫ് റൂട്ട്. ഒരു ചിത്രമുണ്ടല്ലോ NCERT ഇങ്ങനെ ഒരു ചിത്രമുണ്ട് റൂട്ടിന്റെ. റീജിയൻ ഓഫ് എന്താ? മെരിസ്റ്റമാറ്റിക്, റീജിയൻ ഓഫ് ഇലോങ്ങേഷന്, റീജിയൻ ഓഫ് മാച്ചുറേഷന്. ഈ 3 റീജിയനും ഓർത്ത് വെക്കണം. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് താഴെ, കുറച്ചുകൂടെ മുകളിൽ റീജിയൻ ഓഫ് ഇലോങ്ങേഷന്, കുറച്ചുകൂടെ മേളിൽ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ഓർത്ത് വെക്കണം. പിന്നെന്താ സാറേ? ലീഫിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? വിനേഷൻ. ലീഫിലുള്ള വെയിനിന്റെ അറേഞ്ച്മെന്റ് ആണ് ഏത്? വിനേഷൻ. പിന്നെന്താടാ? ഫിലോടാക്സി. എന്തൊക്കെയാടാ? ലീഫിൽ വെനേഷൻ പഠിക്കണം, ഫിലോടാക്സി പഠിക്കണം. ഇതൊക്കെ കുറെ ടൈപ്പുകളുണ്ട്, ഞാൻ മറന്നു പോയിട്ടുണ്ട്, അതാ ഞാൻ പറയാത്തത്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെഫിനിഷനും പഠിക്കണം, ടൈപ്പും പഠിക്കണം. ഫ്ലവറിൽ എന്താ പഠിക്കണ്ടേ? ഫ്ലവർ എങ്ങനെയാണ് പെഡിസിലിൽ അറേഞ്ച് ചെയ്ത് വെക്കണേ? അതെന്താ വിളിക്കുക? അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവർ ഇൻ എ പെഡിസിൽ. എന്താ? ഇൻഫ്ലോറസെൻസ് പഠിച്ചേക്കണം. സൈമോസ്, റെസിമോസ്, ഇൻഫ്ലോറസെൻസ് പഠിക്കണം കേട്ടോ. അടുത്തെന്താ? എയ്സ്റ്റിവേഷൻ പഠിക്കണം. എയ്സ്റ്റിവേഷൻ, പ്ലാസന്റേഷൻ, വെരി വെരി ഇമ്പോർട്ടന്റ്. മക്കളെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു പോകേണ്ടത് ഏതാ? പ്ലാസന്റേഷൻ, മാർജിനൽ, ആക്സിയൽ, ഓക്കെ, സെൻട്രൽ, അങ്ങനെ കുറെ പ്ലാസന്റേഷൻ ഉണ്ട്, പഠിക്കണം. പ്ലാസന്റേഷൻ പഠിക്കണം സാറേ. ഫ്ലവറിൽ എന്താ പഠിക്കണ്ടേ? ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലാസന്റേഷനാ. ഫ്രൂട്ടില് എന്താണ് ഡ്രൂപ്പ്? കോക്കനട്ട്, മാംഗോ, അവരൊക്കെ ഡ്രൂപ്പുകളാ. എന്താണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്? ബനാന, പാർത്തനോ കാർപ്പിക് ഫ്രൂട്ടാ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാകുന്നതിനാ എന്ത് വിളിക്കുക? പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. ഫ്രൂട്ടിന്റെ കവറിങ്ങിന്റെ പേരാണ് ഏത്? പെരികാർപ്പ്. പറ, ഫ്രൂട്ടിന്റെ കവറിന്റെ പേരെന്താ? പെരികാർപ്പ്. പെരികാർപ്പ് വീണ്ടും 3ആയി തിരിക്കാം. ഏതൊക്കെ? എക്സോകാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. പെരികാർപ്പിനെ വീണ്ടും 3ആയി തിരിക്കാം. എക്സോ, മീസോ, എൻഡോ. എക്സോ, മീസോ, എൻഡോ. അടുത്ത സീഡ്, ഡൈക്കോട്ട് സീഡ്, മോണോകോട്ട് സീഡ്. നമ്മളെ വ്യത്യാസം ഏത് സീഡിന്റെ ഉള്ളിലാണോ ഡൈക്കോട്ട് എംബ്രിയോ ഉള്ളേ അതാണ് ഡൈക്കോട്ട് സീഡ്. ഏത് സീഡിന്റെ ഉള്ളിലാണോ മോണോകോട്ട് എംബ്രിയോ ഉള്ളേ അതാണ് മോണോകോട്ട് സീഡ്. രണ്ട് നമ്മൾ വ്യത്യാസം പഠിക്കണം. ഡൈക്കോട്ട് സീഡിൽ 2 കോട്ടിലിടം കാണാം. മോണോകോട്ട് സീഡിൽ 1 കോട്ടിലിടനെ കാണും. ഡൈക്കോട്ട് സീഡിൽ കോളിയോറൈസയും കോളിയോപ്റ്റൈലും ആബ്സെന്റാ. മോണോകോട്ട് സീഡിൽ മാത്രമേ കോളിയോറൈസയും കോളിയോപ്റ്റൈലും കാണാറുള്ളൂ. ലാസ്റ്റ് എന്റെ പൊന്നുമക്കളെ ഞാൻ ഇത് പ്രത്യേക കോളമാക്കാൻ കാരണം എന്താ? ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമുക്ക് ഫെബീസിയം ലെഗുമിനേസിയം പഠിക്കാനില്ല, ഫെബീസിയം ലിലീസിയം പഠിക്കാനില്ല. നമുക്ക് ഒറ്റ ഇത് മാത്രമേ ഇപ്പോഴത്തെ സിലബസിൽ പഠിക്കാനുള്ളൂ. ഫാമിലി ഏതാ? സോളനേസിയേ ഫാമിലി. ആദ്യം പഠിക്കേണ്ടത് അതിൻ്റെ ഫ്ലോറൽ ഫോർമുല. ഫ്ലോറൽ ഫോർമുല തന്നാൽ അത് സോളനേസിയ എന്ന് മനസ്സിലാക്കിക്കോണം. പിന്നെന്താ? ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. ഫ്ലോറൽ ഫോർമുല എഴുതാൻ പഠിക്കണം. ഫ്ലോറൽ ഡയഗ്രാം എഴുതാനും പഠിക്കണം. പിന്നെ ഏതെങ്കിലും 5 പ്രോപ്പർട്ടി ഓർത്ത് വെക്കണം. ഈ സോളനേസിയന്റെ ഏതെങ്കിലും 5 പ്രോപ്പർട്ടികൾ ഓർത്ത് വെക്കണം. അടുത്തെന്താ? ഈ സോളനേസിയ ഫാമിലിയിൽ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏതെങ്കിലും 2 പ്ലാന്റുകളുടെ പേര് ഓർത്ത് വെക്കണം. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? വാണിജ്യപരമായിട്ട് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ. സോളനേസിയ ഫാമിലിയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെ? എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റുകൾ ഏതൊക്കെ? ടൊമാറ്റോ, പൊട്ടറ്റോ, അശ്വഗന്ധ, പെറ്റൂണിയ, ഇതൊക്കെ എന്താ? സോളനേസിയ ഫാമിലി വരുന്ന പ്ലാന്റുകളാ. അടുത്ത ഈ സോളനേസിയ വല്ലപ്പോഴും മാത്രം ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാ ഇത്. സോളനേസിയ ഫാമിലിന്റെ ഗൈനീഷ്യത്തിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെ? ഓർത്ത് വെക്കണം. ഇത് മാത്രം എടുത്ത് ചോദിക്കാറുണ്ട്. സോളനേസിയ ഫാമിലിന്റെ ഗൈനീഷ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. ഇത്രയാണടാ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ. ഇത് പഠിച്ചാൽ എന്തായി? ഗതം ഗതം ഗതം. ഇത് പഠിച്ചാൽ നമ്മുടെ +1 ബോട്ടണി എക്സാം എന്തായി? കയ്യിലായി മക്കളെ. ഇത് ഫുള്ള് കാണുക. പഠിക്കാത്ത ഏതെങ്കിലും ടോപ്പിക്കുകളുണ്ടോ എന്ന് ഒന്ന് നോക്കി വെരിഫൈ ചെയ്യുക. എൻ്റെ പഞ്ചാര മുഞ്ചാരകളെ, നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എടാ എഴുതി വെച്ച് പഠിച്ചേക്കണേടാ. സാർ ഇതിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് സാർ, ഇതിനറിയാത്ത ടോപ്പിക്കുകളുണ്ട് സാർ, ഒന്നുകൂടെ എടുത്തു തരുമോ സാർ, വീഡിയോയിൽ ഇത് പറയണേ സാർ, എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ പറയണേടാ. എന്തെങ്കിലും പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതിന് വേണം നമുക്ക് നമ്മുടെ
എന്തൊക്കെ വേണം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് മനസ്സിലാകുള്ളൂ. നല്ല പോലെ പഠിച്ചേക്കണേടാ മക്കളെ. എക്സാം എടുത്തു, ഇനി കളിച്ച് നടക്കേണ്ട ടൈമല്ല, ഇനി പഠിക്കേണ്ട ടൈമാ. ഇപ്പൊ പഠിച്ചാലും കുറച്ചെങ്കിലും മാർക്ക് കിട്ടും. പഠിച്ചടക്കട. പേരൻസ് മീറ്റിങ്ങിന് എന്തിനാടാ നാണം കെടുന്നേ? ടീച്ചർ അമ്മയും അച്ഛനും വരുമ്പോ എന്തിനാടാ നാണം കെടുന്നേ? നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അഭിമാനത്തോടു കൂടി ഓരോ ടീച്ചറിന്റെ അടുത്തേക്ക് പോവാടാ. ഓക്കെ, ബൈ മക്കളെ, പഠിച്ചെടുത്തോ.